ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലെ തന്നെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജ്, സിറ്റിയിൽ തന്നെ വരുന്ന ഒരു നഴ്സിംഗ് കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കോളേജിൽ പോയിട്ട് അവിടെ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്, എത്രത്തോളം സ്റ്റുഡൻസ് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം പോയി നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോകാം. എല്ലാം ഉണ്ട്. പിന്നെ വാർഡനുണ്ട്, ഈച്ച് ഹോസ്റ്റൽ വാർഡനുണ്ട്. 80% അപ്പോൾ ഞങ്ങൾ അങ്ങനെ CNK ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയിരിക്കുകയാണ്. കോളേജ് വരുന്നത് ബാംഗ്ലൂർ സിറ്റിയായ ഹെബ്ബാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കോളേജ് വരുന്നത്. എക്സാക്ട് സിറ്റിയിൽ വരുന്ന ഒരു കോളേജാണ്. ഇനി നമുക്ക് കോളേജിൻ്റെ അകത്ത് പോയിട്ട് കോളേജിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ കോളേജിൽ ലാബ്സ് കാണാം. അതായത് സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കോളേജിലെ കൂടുതൽ വിശേഷങ്ങളെല്ലാം അവരോട് ചോദിച്ചറിയാം. ഓക്കെ, കമാം. നമുക്കിനി കോളേജിലെ പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. മലയാളം അറിയാം. ഓക്കെ മാഡം, ഞാൻ വന്നിരിക്കുന്നത് കോളേജിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. യൂട്യൂബിൽ വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കോളേജിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ CNK ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്? ആക്ച്വലി ഞാൻ CNK കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രിൻസിപ്പളാണ്. ഇവിടെ BSc, പോസ്റ്റ് BSc, GNM, MS നഴ്സിംഗ് 4 കോഴ്സസ് ഉണ്ട്. ഇത് 2014 സ്റ്റാർട്ട് ചെയ്ത കോളേജാണ്, ഓൾഡ് കോളേജാണ്. അപ്പോൾ ഇവിടെ കോളേജ് പ്രോപ്പർ പ്ലേസ് വരുന്നത് ഹെബാൾ മെയിൻ പ്ലേസിലാണ്. ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഇതിൻ്റെ മേജർ പോയിന്റ്, അതിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങളെ കോളേജ് വരുന്നത്. സോ മേജർ പ്ലേസിലാണ് ഇരിക്കുന്ന കോളേജ്. ബാംഗ്ലൂർ സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കോളേജ് വരുന്നത്. മിഡിൽ ഓഫ് ദ ബാംഗ്ലൂർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന മെജോറിറ്റി സ്റ്റുഡൻസ് മലയാളീസ് തന്നെയല്ലേ? ഇവിടെ 90% സ്റ്റുഡൻസ് മലയാളീസ്. അതുപോലെ സ്റ്റുഡൻസിന് ഇവിടെ നിന്ന് വന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ല, കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മെയിൻ ഇവിടെ വരുന്ന പിള്ളേർക്ക് ഇവിടെ സ്റ്റേഷനും ശരി ബസ് സ്റ്റാൻഡും ശരി നിയറസ്റ്റായിരിക്കുന്നതുകൊണ്ട് ഇത്ര ദിവസമായി എന്താ മലയാളി യാതൊരു പിള്ളേർ അത് ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വെഹിക്കിൾ കിട്ടുന്നതും വന്ന് ചേർന്നതും എപ്പോഴും ഈ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ വന്ന് ഇത്ര നാൾ ആ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല പിള്ളേർ സൈഡിൽ. അവർക്ക് ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടെ വന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഫേസ് ചെയ്യാൻ ഒന്നുമില്ല. കാരണം ഇവിടെ മിക്കവാറും ഇരിക്കുന്നത് മലയാളിയാണ്. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഇല്ല. ഇവിടെ കോമൺ ആയിട്ട് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലാംഗ്വേജ് വന്ന് ഇംഗ്ലീഷാണ്. അത് വിട്ട് ഇവിടെ മലയാളി സ്റ്റാഫുകളും ഒത്തിരി ഇരിക്കും. അതുകൊണ്ട് ആ ബുദ്ധികേട് അവർക്ക് വരത്തേ ഇല്ല. മാഡം മലയാളം കേരളത്തിലാണോ? ഇല്ല, ഞാൻ ആക്ച്വലി ബാർഡർ തമിഴ്നാട് കേരള ബാർഡർ കളിയക്കവള. അതുകൊണ്ട് മലയാളം തമിഴ് മിക്സ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ലോണൊക്കെ പ്രൊവൈഡ്. എഡ്യൂക്കേഷൻ ലോൺ അതാ പറയുന്നില്ലേ, 2014 തൊട്ട് ഇവിടെ മലയാളി ഉണ്ട്. ലാസ്റ്റ് ഇയർ വരെ എഡ്യൂക്കേഷൻ ലോണ് കൃത്യമായിട്ട് വരുന്ന ഒരു കോളേജാണ്. കാരണം എഡ്യൂക്കേഷൻ ലോൺ കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ ചെയ്യേണ്ട. എഡ്യൂക്കേഷൻ ലോൺ 100% ഷുവറിറ്റി കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ അത് തന്നെ നമ്മുടെ കേരളത്തിൽ വേണ്ടതിന് അറിയാമല്ലോ, ഏകദേശം അറിയാതിരിക്കാം. പാരൻസിനുള്ള ടെൻഷനാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ വലിയൊരു സിറ്റി, കുട്ടികൾ സേഫ് ആണോ എന്നുള്ളതാണ് പാരൻസിന് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയും. ഇവിടുത്തെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇതിൻ്റെ ഹോസ്റ്റലും അവിടെയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു. ഇവിടെ ഹോസ്റ്റൽ വളരെ സേഫാണ്. കാരണം ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ അകത്തേ ഉണ്ട്.
പുറത്തില്ല. അതുകൊണ്ട് വളരെ സേഫാണ്. ഇവിടെ സെക്യൂരിറ്റി ടൈറ്റ് എല്ലാം ഉണ്ട്. പിന്നെ വാർഡനുണ്ട്, ഈച്ച് ഹോസ്റ്റൽ വാർഡനുണ്ട്. ബോയ്സ് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ഔട്ട് സൈഡാണ്, അതിനും സെപ്പറേറ്റ് ആയിട്ട് വാർഡനുണ്ട്. വാർഡന് വേണമെങ്കിൽ നിങ്ങൾ പേറ്റി ചെയ്തു. അവിടെ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റലുണ്ട്. പിന്നെ ബോയ്സ് ഹോസ്റ്റലിന് രാവിലെ വൈകിട്ട് അവർ കോളേജിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നൈറ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് വെഹിക്കിൾ മൂലം ബോയ്സ് ഹോസ്റ്റലിന് ഫുഡ് പോകും. പിന്നെ ഗേൾസ് ഇവിടെ തന്നെ മെസ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് 3 നേരം ഇവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെ. അതും മലയാളി കുക്കാണ് ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മലയാളി കുക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവർക്ക് ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് സ്റ്റുഡൻസ്? ഔട്ടിംഗ് മിക്കവാറും ഞങ്ങൾ വിടുന്നത് സൺഡേ ഒരു മോർണിംഗ് ഈ ചർച്ച് സമയം ഇപ്പോൾ 9:30 to ബിഫോർ 12:30 അകത്ത് അവർ റിപ്പോർട്ട് ചെയ്യണം. മറ്റേമാതിരി ഔട്ടിങ് പ്രത്യേകിച്ച് ഞങ്ങൾ വിടത്തില്ല. ഈ സൺഡേ ഒരു ഔട്ടിങ് അവർക്ക് കൊടുക്കും. എമർജൻസി അത്യാവശ്യമാണെങ്കിൽ അവർക്ക് ഔട്ടിങ് കൊടുക്കും. പിന്നെ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല വേറെ വല്ലതും ആണെങ്കിൽ ശരി ചെയ്യാനുള്ള അസുഖമാണെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വിത്ത് വാർഡനോട് അയച്ചേക്കും. അങ്ങനെയല്ലെങ്കിൽ നാട്ടിൽ പാരൻസിനെ വിളിച്ച് അവരെ കൂടെ ഇതിന്റെ ലീവ് ഒക്കെ എങ്ങനെയാണ്? ലീവ് ഇവിടെ ഗവൺമെന്റ് ലീവൊക്കെ കൊടുക്കും. പക്ഷെ പിള്ളേർ ഇവിടെ ആയിരിക്കുന്ന നാട്ടിൽ പോകത്തില്ല. മിക്കവാറും ക്രിസ്മസ് പിന്നെ ഈ ദസറ ടൈമിൽ 10 days അങ്ങനെ കൊടുക്കും. ഈ വർഷം തൊട്ട് സെം ആണല്ലോ. ഈ സെമസ്റ്റർ 6 months കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കും. എന്നിട്ട് അടുത്ത സെമസ്റ്റർ ആകും. കാരണം അവളെ അത്രയ്ക്ക് ടൈറ്റ് പൊസിഷനിലല്ലേ വരുന്നത്. അതുകൊണ്ട് ആ 6 months ഒന്ന് ഒരു വെക്കേഷൻ പോലെ പ്ലാൻ ചെയ്ത്. അതുപോലെ എനിക്ക് അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ക്ലിനിക്കൽ പോസ്റ്റിംഗ്. ഇപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് നിർബന്ധമാണ്, നേഴ്സിംഗിന് നിർബന്ധമുണ്ട്. കമ്പൽസറി നിർബന്ധമാണ്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇല്ലാതെ പ്രാക്ടീസ് കിട്ടും. ഞങ്ങളിവിടെ ക്ലിനിക്കൽ എവിടെയാണ്? ആക്ച്വലി ഞങ്ങൾക്ക് പാരന്റ് ഹോസ്പിറ്റൽ 2 ഹോസ്പിറ്റലുണ്ട്. ന്യൂ ജനപ്രിയ, ഈഗ 2 ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെ. അത് ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. ന്യൂ ജനപ്രിയ, ഈഗ 2 ഹോസ്പിറ്റലുണ്ട്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അത് വിട്ട് വേറെ HCG, മണിപ്പാൽ, ജെയിൻ ഇതൊക്കെ ഞങ്ങൾക്ക് അഫിലിയേഷൻ ഹോസ്പിറ്റൽ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ലെറ്ററും ചോദിക്കാം. കാരണം August 1 തൊട്ട് പിള്ളേർ പോകുന്നത് യശ്വന്ത്പൂർ, മണിപ്പാൽ. മുമ്പ് അത് കൊലംബോശായിരുന്നു. അംബേദ്കറും ഉണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ. അംബേദ്കർ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ വിടുക. പക്ഷേ അതെല്ലാം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് വെളിയിൽ ഇത് ചെയ്തില്ല. സൈക്കാട്രിക്ക് മാർഗോ ഞങ്ങൾ വിടുന്നത്. സൈക്കാട്രിക് പ്രത്യേകமாக തനിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ മാർഗോ. മറ്റമാരുള്ള സബ്ജക്റ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ, OBG, പീഡിയാട്രിക് ഇതിന് ഞങ്ങൾ വിടുന്നത് HCG, മണിപ്പാൽ, അംബേദ്കർ, പിന്നെ ജനപ്രിയ ആൻഡ് ഈഗ. ഇവിടെ ക്ലാസ് എല്ലാം ഏത് മോഡ് ഓഫ് ലാംഗ്വേജ് എടുക്കുന്നത്? ക്ലാസ് അങ്ങനെ മോഡ് ഓഫ് ലാംഗ്വേജ് എന്നില്ല. ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നത് ഇംഗ്ലീഷാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ഇംഗ്ലീഷാണ്. അത് വിട്ട് പിന്നെ അവർ ഡൗട്ട് ചോദിച്ചെങ്കിൽ അവരെ ലാംഗ്വേജിൽ ഞങ്ങൾ ടീച്ച് ചെയ്യുക. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, ബംഗാളി ആണെങ്കിൽ ബംഗാളി. കാരണം ഇവിടെ എല്ലാ തരത്തിലുള്ള സ്റ്റാഫുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ക്ലാസ് എല്ലാം ഫുൾ ഇംഗ്ലീഷിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് നേഴ്സിംഗ് ഇപ്പോൾ BSc നേഴ്സിംഗ് ആയാലും GNM ആയാലും ഇവർക്ക് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടാവില്ലേ ക്ലാസ്? അപ്പം അതെങ്ങനെയാണത്? ആ ഇന്റേൺഷിപ്പ് ഞങ്ങൾ അയക്കുന്നത് ഡൽഹിയിൽ മെട്രോ, ഹൈദരാബാദിൽ ഒമേഗ ഹോസ്പിറ്റൽ 2 ഹോസ്പിറ്റലും ഞങ്ങളെ ടൈപ്പ് ഹോസ്പിറ്റലാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കറക്റ്റാണ് ഇപ്പോൾ 4th ഇയറിന് ഇന്റേൺഷിപ്പ് ഉണ്ട്, 3rd ഇയർ GNത്തിന് ഇന്റേൺഷിപ്പ് ഉണ്ട്. 3rd ഇയർ GN ആണെങ്കിൽ അവർ 3rd ഇയർ വന്ന് ഫസ്റ്റ് 6 months ഞങ്ങൾ കോഴ്സ് ടീച്ച് ചെയ്യും. എന്നു വെച്ചാൽ തിയറി ക്ലാസ് പോകും. നെക്സ്റ്റ് 6 months നിങ്ങൾ വന്ന് ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് കഴിക്കും. അതേപോലെ 4th ഇയറും അങ്ങനെ തന്നെ. ഫസ്റ്റ് 6 months കോഴ്സ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് 6 months അവർ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആ പിള്ളേർ കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ അവർക്ക് ജോബ് കിട്ടും. ഇപ്പോൾ ഉള്ളവർ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ല ഞങ്ങൾക്ക് നാട്ടിലേ പോകണം, അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ പോവുക. എല്ലാവരും അവരവരുടെ ഡിസിഷൻ. ഇവിടെ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് പ്ലേസ്മെന്റ് അവർ വിളിക്കുന്നതേ പ്ലേസ്മെന്റോടെയാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്റേൺഷിപ്പിൽ ഇവർക്ക് സ്റ്റൈപ്പൻഡ് ആണ് കിട്ടുന്നത്. ഇന്റേൺഷിപ്പിൽ സ്റ്റൈഫണ്ട് കിട്ടും. സ്റ്റൈഫൻഡ് കിട്ടും. അത് മിക്കവാറും അത് ഹോസ്പിറ്റലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ സ്റ്റൈഫൻഡിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പിള്ളേർ പോകുന്ന അവരുടെ പെർഫോമൻസ് ഗുഡായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പിള്ളേരെ അയക്കുന്നതെന്ന് അവർ സ്റ്റൈഫൻഡ് കൊടുക്കത്തില്ല. അവരുടെ ഹാർഡ് വർക്ക് നോക്കിയിട്ട് പെർഫോമൻസ് നോക്കിയിട്ട് അവർ ഗുഡാണെങ്കിൽ കൊടുക്കുക. ഇപ്പം ഞങ്ങൾ സപ്തഗിരിക്ക് അയച്ച് അവിടെ സ്റ്റൈഫൻഡ് പിള്ളേർക്ക് കൊടുത്തു. കാരണം അവരുടെ പെർഫോമൻസ് ഗുഡായിരുന്നു. അതായത് ഒമേഗ മെട്രോ ഒക്കെ ഈ പ്രാവശ്യം അയച്ച് സ്റ്റൈഫൻഡ് കൊടുത്തില്ല. കാരണം ആ പിള്ളേർ പെർഫോം ഹൗ ദേ ആർ പെർഫോമിംഗ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ദേ ആർ ഗിവിംഗ് സ്റ്റൈഫൻഡ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടിയിട്ടുണ്ട്.
കിട്ടി. സാലറി വാങ്ങി സ്റ്റൈപ്പൻഡ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല ഞാൻ പറയത്തില്ല, പക്ഷെ ഗുഡ് പെർഫോം ചെയ്യണം. പെർഫോമൻസിനനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസ് വന്നാലും ഇവിടുത്തെ എന്തായാലും സേഫ് തന്നെയാണല്ലോ. ഇല്ല, ആൾറെഡി ഒത്തിരി പേര് ഔട്ട് ഗോയിങ് ആയിട്ടുണ്ട് മലയാളി ഇവിടെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. அந்த തരത്തിൽ ഞാൻ പറയുക വളരെ സേഫ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ പാരന്റ്സിന് മെയിൻ ആയിട്ട് അറിയേണ്ടത് അത് തന്നെയാണ്. കോളേജിന്റെ അകത്ത് തന്നെയാണോ ഹോസ്റ്റൽ വരുന്നത്, അതുപോലെ കുട്ടികൾ സേഫ് തന്നെയാണോ? അകത്ത് തന്നെ ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ അകത്ത്, ബോയ്സ് ഹോസ്റ്റൽ പുറത്ത്. പുറത്തെന്ന് വെച്ചാൽ ഒത്തിരി ഇല്ല, ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ്. അത് എന്തെന്ന് വെച്ചാൽ കാമ്പൗണ്ടിന്റെ വെളിയിൽ. ഓക്കെ. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ മാഡത്തിൻ്റെ അടുത്ത് ഞാനൊരു പെർമിഷൻ വാങ്ങണം. ഞങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിനെ ഒന്ന് കണ്ടിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും സ്റ്റാഫിനൊന്ന് കോളേജ് ഒന്ന് കാണിച്ചു തരാൻ, ലാബ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. എക്സ്ക്യൂസ് മീ, ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്നത് കോളേജിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പെർമിഷൻ വാങ്ങിയിട്ട്. അപ്പോൾ കോളേജിൻ്റെ ലാബ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. മാഡത്തിനെ കാണാൻ പറഞ്ഞായിരുന്നു. ഒന്ന് ലാബ്സ് ഒന്ന് കാണാം. ഇതൊരു ലാബാണ്, MCH ലാബാണ്. ഇത് കാണാം. ഇത് ഏത് ലാബാണ്? ഇത് മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ലാബാണ്. സോ MCH ലാബ് ഞങ്ങൾ പറയും. സോ ഇവിടെ മദേഴ്സിനെയും കുഞ്ഞുങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ. സോ ഇത് ഏത് ഇയർ നഴ്സിംഗ്? ഇത് 3rd year GNM, 4th year BSc. 4th year BSc nursing. And 4th year BSc. 4th year. Okay. ഇത് അടുത്തൊരു ലാബാണ്. ഇതേതല്ല? ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ലാബാണ്. ഇത് മെയിനായിട്ട് ഏത് ഇയർ? സ്റ്റുഡൻസിനെ കമ്മ്യൂണിറ്റിയിലോട്ട് വിടില്ലേ, അപ്പോൾ ഈ ലാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കമ്മ്യൂണിറ്റി ഇതുകൊണ്ടാണ് അവർ കമ്മ്യൂണിറ്റിയിൽ പോകുന്നത്. മാഡത്തിൻ്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എൻ്റെ പേര് ഗ്ലാഡ്. നാട്ടിലെവിടെ? നാട്ടിൽ പാലല്ലേ. ഇതെങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ്? വളരെ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇവിടെ ക്ലിനിക്കിലൊക്കെ എങ്ങനെയാണ് അറിയും? നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിന് തൊട്ടേ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ്. കഴിഞ്ഞ വർഷം വരെ ഇയർ ആയിരുന്നില്ലേ? ഈ വർഷം തൊട്ട് സെമിസ്റ്റർ. അപ്പോൾ സെമ്മിൽ ഇവർക്ക് ക്ലിനിക്കലുണ്ടോ അതോ എങ്ങനെയാണ്? ഫസ്റ്റ് സെമ്മിൽ ക്ലിനിക്കില്ല, സെക്കൻഡ് സെമ്മിൽ നമ്മൾ ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഫസ്റ്റ് സെമ്മിൽ അവർ ഇവിടുമായിട്ട് ഫെമിലിയർ ആവാനും കാര്യങ്ങളും ഒക്കെ സമയം പിടിക്കും. സോ ഫസ്റ്റ് സെമ്മിൽ ചെയ്യില്ല, പിന്നെ സെക്കൻഡ് സെമ്മിൽ അവർ ക്ലിനിക്കൽ പോസ്റ്റ്. ഓക്കെ മാം. അടുത്ത ലാബും കൂടെ. ഇത് ഏത് ലാബാണ്? ഇത് അനാട്ടമിക്കൽ ലാബാണ്. ഇത് ഏത് ലാബാണ്? ഇത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബാണ്. ഇവിടെയാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കലിൽ പോകുന്നതിന് മുമ്പേ. സോ ഇവിടെയാണ് എല്ലാം ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മെറ്റീരിയൽസ് എല്ലാം ഈ കബോർഡിലുള്ള മെറ്റീരിയൽസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഓരോ ബെഡിൽ ഡെമോൺസ്ട്രേഷനായിട്ട് കാണിക്കുന്നു. ഓക്കെ. ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. ഇവരിൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ്, കോളേജിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹലോ, നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? പേര് കെയ്ൻ. നാട്ടിലെ? തൊടുപുഴ. നിമിത കാസർഗോഡ്. റോജിന കാസർഗോഡ്. ജിനറ്റ് കാസർഗോഡ്. കൃഷ്ണേന്ദു കോട്ടയം. റിജോ പത്തനംതിട്ട. അമൽ കാസർഗോഡ്. കെവിൻ കോട്ടയം. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാ. ഓക്കെ. നിങ്ങൾ ഏത് ഇയർ? സെക്കൻഡ് ഇയർ. എല്ലാവരും സെക്കൻഡ് ഇയർ തന്നെയാണല്ലേ? ഓക്കെ.
നിങ്ങൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു? ഇപ്പൊ കമ്മ്യൂണിറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് അടുത്ത സെറ്റ് സെക്കൻഡ് ഇയറിൽ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ എവിടെയായിരുന്നു പോകുന്നത്? HCS. എല്ലാവരും ക്ലിനിക്കലെല്ലാം കഴിഞ്ഞായിരുന്നു. ക്ലിനിക്കലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു അല്ലേ? ഓക്കെ. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടൊക്കെ വന്നായിരുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ടൊക്കെ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്. കമ്പയറിൽ കോളേജിൽ എങ്ങനെ റിസൾട്ടൊക്കെ? ഫെയിലായ ആൾക്കാരുണ്ടോ? ഫെയിലായവരുണ്ട് അല്ലേ? കുറവുണ്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ ഇവിടുത്തെ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്? ഗേൾസ് കോളേജിൻ്റെ അകത്ത് തന്നെയാണോ അതോ പുറത്തുമുണ്ട്? നിങ്ങൾ വാർഡനൊക്കെ ഉണ്ടോ? വാർഡനൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ബോയ്സ് ഹോസ്റ്റലൊക്കെ? ഞങ്ങൾക്ക് മലയാളീസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഹോസ്റ്റലുണ്ട്. ബംഗാളിന് അപ്പുറത്ത് വേറെ ഹോസ്റ്റലുണ്ട്. നിങ്ങൾക്കും വാർഡൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ടൈമിംഗ് ഉണ്ടോ കോളേജിൽ കയറുന്നതിൻ്റെ ഹോസ്റ്റലിൽ കയറുന്നതിൻ്റെ? ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ? ഞങ്ങൾക്ക് മലയാളികളുടെ ഫുഡ് തന്നെയാണ്. കേരള സ്റ്റൈൽ ഫുഡാണ്. അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബംഗാളികൾക്ക് വേറെ സ്റ്റൈൽ ഫുഡ്, അവരുടെ നോർത്ത് ഇന്ത്യൻ സൈഡ് ഫുഡ്. ഇനി നോൺ വെജ് ഒക്കെ ഉണ്ട്. ട്വൈസ് നോൺ വെജ്, ചിക്കൻ, പിന്നെ എഗ്ഗ്. ഓക്കെ. പിന്നെ ഡേ ടൈമൊക്കെ ഇപ്പോൾ മോർണിംഗ് ടൈമൊക്കെ എങ്ങനെയാണ് ഫുഡൊക്കെ? അല്ല എങ്ങനത്തെ മാറിയിട്ട് കിട്ടും? മലയാളി ഫുഡ് തന്നെയാണ്. എല്ലാരെങ്കിലും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും എഡ്യൂക്കേഷൻ ലോണിൻ്റെതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇവിടുന്ന് കോളേജിൽ നിന്ന് ബോണഫൈഡ് തരും, പേപ്പേഴ്സ് എല്ലാം കിട്ടി? ലോണ് ഏകദേശം ഫുൾ എമൗണ്ട് തന്നെ ലോൺ കിട്ടിയിട്ടുണ്ടോ അതോ 80% ലോൺ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും? നിങ്ങളുടെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇറ്റ്സ് മീൻസ് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വേർഡ്സ് ഒക്കെ ഉണ്ടാവാറില്ല, അപ്പോൾ അതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മലയാളി സ്റ്റാഫുള്ളതുകൊണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് ഫസ്റ്റ് ഇയറിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മാർക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? 80 എബോവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ LBSലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? കിട്ടിയോ അതോ കിട്ടിയില്ല? കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ? എല്ലാ സൺഡേ ഔട്ടിംഗ് ഉണ്ടാവും. അത് ഇത്ര ടൈം വരെ അങ്ങനെ ഉണ്ടോ? 2 hour. ഓക്കെ. നിങ്ങൾക്ക് ഇനി അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വിട്ടാക്കും. ഓക്കെ. ഇത് സിറ്റി ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അടുത്തെല്ലാം ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ബോയ്സിൻ്റെ ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് കോളേജ് 4:30 ആകുമ്പോൾ വിടും. എന്നിട്ട് 6 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം. 6 തൊട്ട് 7 തൊട്ട് 9 വരെ സ്റ്റഡി ടൈം ആയിരിക്കും. ഫോണൊക്കെ മേടിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ തരത്തുള്ളൂ. ഓക്കെ. ഫോണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും? ക്ലാസ് ടൈമൊക്കെ കോളേജിൽ ഫോൺ അലൗഡാണ് നിങ്ങൾക്ക്? അല്ല, കോളേജിൽ അലൗഡല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്ക് റാഗിങ്ങിൻ്റെ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ സീനിയേഴ്സൊക്കെ എങ്ങനെ? കമ്പനിയാണോ? കേരളത്തിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. മെജോറിറ്റി സ്റ്റുഡൻസ് മലയാളീസ് തന്നെയാണോ അതോ എങ്ങനെയാണ് ഇവിടെ? മലയാളീസ് തന്നെയാണ്, തമിഴുണ്ട്. സോ അപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരൻസിൻ്റെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് കുട്ടികൾ സേഫ് ആണോ എന്നുള്ളത്. സേഫ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, കുറേ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് വളരെ താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കോളേജിലെ വിശേഷങ്ങൾ. ഇവിടെ വരുന്ന കോഴ്സുകൾ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ GNM, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ഈ പറയുന്ന കോഴ്സുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കും ഈ കോളേജിൽ അഡ്മിഷൻ ആയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ്, കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു കോളേജുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.